ചാലക്കുടി നഗരസഭയിലെ ക്രിമിറ്റോറിയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചർച്ച വന്നു. നമുക്കറിയാൻ സാധിക്കും, ചാലക്കുടിയിലെ ക്രിമിറ്റോറിയം എന്ന് പറയുന്നത് ചാലക്കുടിക്കാർക്ക് മാത്രമല്ല, ചാലക്കുടിയിലെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ തന്നെ അവിടെ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുവരുന്നതാണ്. ഈ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് അറിയാൻ സാധിക്കും, പലപ്പോഴും വളരെ ദരിദ്രപൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളവരായിരിക്കും. അവർക്ക് മൃതദേഹം ഈ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലൊന്നും സംസ്കരിക്കാനായിട്ടുള്ള പരിസ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചാലക്കുടിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് തൊട്ടടുത്തുള്ള കോടശ്ശേരി, പരിയാരം, മേലൂര്, ആളൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ചാലക്കുടിയിലേക്ക് വരാറുണ്ട്. ചാലക്കുടി നഗരസഭയിലുള്ള ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ആംബുലൻസ് സർവീസും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നഗരസഭ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കൗൺസിലിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രിമറ്റോറിയത്തിലേക്ക് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും വരുന്നവർക്കുള്ള ചാർജ് ഇപ്പോൾ 3500 രൂപയാണ്. അത് 5000 രൂപയാക്കണമെന്നാണ് അജണ്ടയായിട്ട് വന്നത്. പക്ഷേ അതിനെ ഭരണസമിതിയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ എതിർപ്പ് വന്നു. വത്സൻ ചമ്പക്കര വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൈന്ദവ ആചാരപ്രകാരം മാവ് വെട്ടി അതിൻ്റെ കഷ്ണങ്ങൾ വെച്ച് ദഹിപ്പിക്കണമെന്നാണ്. പക്ഷേ അതൊന്നും സാധിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ സംസ്കരിക്കുന്നതിന് തന്നെ 5000 രൂപയാണ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഈ മരണം എന്ന അപ്രത്യക്ഷമായിട്ട് കള്ളനെ പോലെ കടന്നു വരുന്ന ഒരു സംഭവം, അതിൽ വളരെ ദുഃഖപൂർണ്ണമായി, അതും വളരെ ദുരിതപൂർണ്ണമായ സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർക്ക്, മരണാനന്തര ചെലവുകൾ നടത്താൻ പോലും സാധിക്കാത്തവർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഒരു കാരണവശാലും ഈ പറയുന്ന 3500 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 5000 ആക്കാൻ സാധിക്കില്ല. ഒരു 500 രൂപയൊക്കെ മിനിമം വർദ്ധിപ്പിക്കാം. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ LDF-ലെ കൗൺസിലർമാർ അങ്ങനെയല്ല പറഞ്ഞു. കൃത്യമായി തന്നെ പറഞ്ഞു, 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ഇത് തീർച്ചയായിട്ടും പാവപ്പെട്ട ആളുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കണം. വിജയ് ജോർജ് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു, ഒരട്ടയിൽ ഇപ്പോൾ 5000 രൂപ ആക്കിയിട്ടുണ്ടാവും. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും 5000 രൂപ ആക്കാം എന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കില്ല. ചർച്ച വളരെ കൊടുമ്പിരി കൊണ്ട് പോകുന്നതിനിടയിൽ UDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, നമുക്ക് ഈ അജണ്ട മാറ്റിവെക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ചെയർപേഴ്സൺ ആലി ഷിബു അതിന് ശരിവെച്ചുകൊണ്ട് ആ അജണ്ട തന്നെ മാറ്റിവെച്ചു. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇതിന്റെ പണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ നഗരസഭയിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഭരണസമിതിയിലെ അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ കൂടി കൃത്യമായി നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ വലിയ വ്യാസത്തിൽ നല്ല ക്വാളിറ്റിയോട് കൂടി വെച്ചിട്ടുള്ള പുകക്കോളുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. പണ്ട് നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ആ പുകക്കോളുകൾ ഒടിഞ്ഞു വീണത്. എന്നിട്ട് എന്തുണ്ടായതുകൊണ്ട് നമുക്കറിയാം. ആ ഒടിഞ്ഞു വീണ ആ ഭാഗം, ഡ്രസ് വർക്ക് ഉൾപ്പെടെയുള്ള സംഗതികൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പാമ്പിനെ പോലെ വളഞ്ഞു പൊളിഞ്ഞ് മുകളിൽ ഷീറ്റൊക്കെ വളഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടുന്ന് വെള്ളം വീണ് വെള്ളം ചോർന്ന് ആകെ പുലിവാലുണ്ടാവുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി വത്സൻ ചമ്പക്കര, ഭരണസമിതി അംഗം വത്സൻ ചമ്പക്കര പാലൂരി ആവശ്യപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അത്ര വ്യാസത്തിലൊക്കെ അതുപോലുള്ള ഒരു പോക്കുകൊണ്ട് കൊണ്ടുവരാനായിട്ട് സംഗതി. ഇതിന്റെ ടാങ്ക്, ബ്ലോവർ വർക്ക് ചെയ്യുന്നതിന്റെ ടാങ്ക് 1.5 ടണ്ണിലാണ്. ഇത് തീർച്ചയായിട്ടും ഒരു 3 ടണ്ണാക്കി ഉയർത്തിയില്ലെങ്കിൽ ബ്ലോവറിന് വലിയ പ്രശ്നം ഉണ്ടാവും. അത് മാത്രമല്ല, ഈ പുകക്കുഴലിൽ പുകയും മറ്റും തടഞ്ഞു നിന്ന് അവിടെ വീണ്ടും സുഷിരങ്ങളുണ്ടാവും. ഇത് വെട്ടിയടിച്ച് വീഴും. മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട്. ആദരണീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് LDF-ന്റെ പാർലമെന്റ് പാർട്ടിയിലെ ജില്ലാ അന്വേഷണ ഈ വിഷയം ഉന്നയിച്ചു. ഇത് നിങ്ങൾ ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിൽ ചാലക്കുടി നഗരസഭയോടും സമീപ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തപൂർണ്ണമായ തീരുമാനമായിരിക്കും. നിങ്ങൾ ഇങ്ങനെ അനങ്ങാപ്പാറ സ്വീകരിക്കുന്നത്. ഇതിന്റെ മെയിൻ്റനൻസ് വർക്കുമായി നടത്തേണ്ട കാര്യം കൃത്യമായി നടത്തിയില്ലെങ്കിൽ ഇത് നോക്കിക്കോ വെട്ടിയൊഴിച്ച് വീഴും. അന്ന് ഞാൻ പറയുന്ന ഭാഷ വേറെ ആയിരിക്കും. ആ ഭാഷ കണ്ട് എന്നെ അവിടെ ഇവിടെയും പിടിച്ചിടാനും എനിക്ക് നേരെ കേസിന് പോകാൻ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ തന്നെ ഇത് പലവരും ആവശ്യപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വിഷയം ഈ പണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നതോടൊപ്പം തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉടനെ തന്നെ തീരുമാനം ഉണ്ടാക്കണം. ഈ 3500 രൂപ 5000 ആക്കുന്ന സംഭവം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. നമ്മുടെ ക്രിമിറ്റോറിയത്തിന്റെ ഓരോ വർഷത്തെയും പ്രവർത്തന ചെലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഓരോ ദിവസവും വരുന്ന ചെലവുകളും, പ്രത്യേകിച്ച് സമീപ കാലഘട്ടത്തിൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ടുള്ള വലിയ വർധനവും, നമ്മുടെ ദൈനംദിന അവിടുത്തെ മെയിൻ്റനൻസും ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് വലിയ തുക അവിടെ വരുന്ന നമ്മുടെ ചെറിയ വരുമാനത്തെയും അവിടുത്തെ ചെലവിനെയും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ചെലവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഫ്രീ ആക്കി, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആംബുലൻസ് സൗജന്യമാക്കി, ഇനി മൃതദേഹത്തുമായി ബന്ധപ്പെട്ട ഫ്രീസർ നമ്മൾ സൗജന്യമാക്കി. ഇതൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു തദ്ദേശഭരണ സ്ഥാപനം ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ട് മരിച്ച ഒരാൾക്ക് ഇത്രയും ആദരവ് കൊടുക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി തദ്ദേശഭരണ സ്ഥാപനം ഒരു പക്ഷെ ഉണ്ടാവില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം സൗജന്യമാക്കുന്നത്. പക്ഷെ മുനിസിപ്പാലിറ്റിക്ക് പുറത്തുള്ള പഞ്ചായത്തുകളിലെ ആളുകൾക്ക് നമ്മൾ ആ ഇളവുകൾ തുടരണമെന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒട്ടും ശരിയായ ഒരു കാര്യമില്ല. അപ്പൊ കാലാനുസൃതമായിട്ടുള്ള ഒരു വർധനവ്, ഈ 5000 രൂപ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു വർധനവല്ല. അത് വർധനവ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ വിസ്തരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ശുപാർശയാണ്. അത് നിലനിർത്തണം, 5000 രൂപയ്ക്ക് വർദ്ധിപ്പിക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാറ്. നമ്മൾ ഈ ക്രിമിറ്റോറിയത്തില് കൊണ്ടുവരുന്ന ബോഡി എന്ന് പറയുന്നത് ഒട്ടും സ്ഥലമില്ലാതെ 3-4 സെന്റ് സ്ഥലം, 5 സെന്റ് സ്ഥലമുള്ള കുടിലുകൾ മാത്രമുള്ള ചെറിയ വീടുകളുള്ള വീട്ടിൽ നിന്നായി കൊണ്ടുവരുന്നത്.
ഞങ്ങളുടെയൊക്കെ ആചാരപ്രകാരം മാവിൻ പിറകില് തെക്കേപ്പുറത്ത് വീടിന്റെ കൊടിയിലെ തെക്കേപ്പുറത്ത് ആചാരാനുഷ്ഠാനം മറവ് ചെയ്യണമെന്നാണ് ഞങ്ങളൊക്കെ കാരണമായി പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ചെയ്തു വരുന്ന രീതി എന്ന് പറയുന്നത് അതിന് പോലും 5000 രൂപയാണ് ആയോർമണത്തിന് കൊടുക്കുന്നത്. 5000 രൂപ ഈ സാധനത്തിന് ഞാൻ കൊടുക്കുന്നത്. ഞാൻ എന്റെ 250ഓളം വീടുകൾ നടത്തി ഞാൻ ചെയ്യാറ്. കാരണം ചെയ്യുന്നു ഞാൻ തന്നെയാണ്. 5000 രൂപ ഞങ്ങൾ കൊടുക്കാറ്. അപ്പൊ അങ്ങനെയുള്ള മാമറയ്ക്ക് അത് വിട്ടിട്ട് ഇതൊന്നും പാകമില്ലാത്ത സ്ഥലമില്ലാത്ത പാവപ്പെട്ടവരായ ആളുകളാണ് ഈ നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുവരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മം പോലും ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടുകൊടുക്കുന്ന 100 രൂപ. ചില വീടുകൾ കാണാം, അവിടെ ഒരു മാറ്റ് വിരിച്ചിട്ട് ഒരു തുണി വിരിച്ചിട്ട് 100 രൂപ വരുന്നവരൊക്കെ അവിടെ കൊണ്ടുകൊടുക്കും. ഈ പൈസ ഉപയോഗിച്ചിട്ടാ പലരും ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് ഈ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മള് ചെലവില്ല എന്നൊന്നും പറയുന്നില്ല. ഈ കാര്യത്തില് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അവരുടെ ഗുണ കാര്യം അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം മരണം എന്ന് പറയുന്നത് തന്നെ. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ബന്ധത്തിൽ വലിയൊരു വേർപാടിന്റെ ദുഃഖം വരുന്ന ഈ അവസരത്തില് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സൗജന്യം, അതായത് ചെറിയൊരു ഇളവ് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ആശ്വാസം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ 5000 രൂപയാണ് വീടുകൾ മറവ് ചെയ്യാൻ ഈ ആചാരപ്രകാരം വിറകിന്റെ മാവ് വിറവ് വെച്ച് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്കറിയാം, നമുക്ക് പരാധീനതകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. എങ്കിൽ കൂടിയും ഈ 3500 ഒറ്റയടിക്ക് 5000 രൂപ ആക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അതൊരു 500 രൂപ അങ്ങനെ കൂട്ടി ഒരു 4000 രൂപയെങ്കിലും മിതപ്പെടുത്തണം, ചുരുക്കി അങ്ങനെയെങ്കിലും ചെയ്യണം. 5000 രൂപ ഒറ്റയടിക്ക് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തുള്ള സമീപ പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഹൈന്ദവ വിശ്വാസികൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹം സംസ്കരിക്കുന്ന ക്രിമിറ്റോറിയത്തിനകത്ത് 5000 രൂപ വെക്കുന്നത് ശരിയല്ല എന്ന് വീണ്ടും ആവർത്തിക്കേണ്ട കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനായ വാത്സന്യയോട് സൂചിപ്പിച്ചു. കാരണം ഈ പാവപ്പെട്ട ആളുകൾ 2-3 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന പാവങ്ങള് ഹൈന്ദവ വിശ്വാസികള് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ചിലർക്ക് പോലും കാശിനാണ്ട് അവര് ഇവിടെ ക്രിമിറ്റോറിയത്തിൽ 3500 രൂപ ആ പണം പോരാണ്ട് 5000 രൂപ വേണം മെയിൻ്റെനൻസിന്റെ വർക്കിന് കാശ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ യോജിക്കില്ല. ഒരു കണക്കിന് സംബന്ധിക്കാൻ കഴിയും. അവിടുന്ന് മെയിൻ്റെനൻസിന്റെ വിഷയം ബന്ധപ്പെട്ട് ആ പുകപ്പുഴയിലൂടെ പുകപ്പുഴയിൽ കൈ പിടിച്ച വീടായിട്ട് അതിന് സുധാരിക്കും. അവിടെ അതിന് ട്രസ് നിങ്ങളെ ഹൈവേ കൂടെ പോണ ആൾക്കറിയാം. അതിന് ട്രസ് നടന്നു നോക്കിയാൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. ആകെ തവറ് പിടിപ്പ് വെള്ളം ചോറാണ്. അവിടെ പോയി നിൽക്കുന്നവർക്കറിയാം. മനസ്സിലാ, അവിടെ നിൽക്കുന്ന ആൾക്കറിയാം വെള്ളം ചോറുന്ന അവസ്ഥയാണ്. ആ ഡ്രസ്സൊക്കെ നമുക്ക് നോക്കുന്നറിയാം. ഷീറ്റൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പോഴും അതിന്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യം ചെയ്തുകൊണ്ടില്ല. ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ഔചാര്യമായിട്ട് സംഭവിക്കുമ്പോ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് ഈ കാശ് കൊടുക്കാൻ കാര്യങ്ങൾ ഇത് തന്നെ കൊടുക്കാൻ അവർ പഠിപ്പിച്ചിരിക്കുകയും ആ ഓരോ ആളുകളുടെ പഞ്ചായത്ത് മെമ്പർമാരും കാര്യങ്ങൾ ഈ കാശ് കൊടുക്കുന്നത്. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ തർക്കിക്കാതിരിക്കേണ്ട കാര്യമില്ല. ബഹുമാനായിട്ടുള്ള പലർക്കും 500 രൂപയും കൊടുക്കണം, 500 രൂപയും കൂട്ടരുത്. ഇത് ആ ഇതിൽ ഇപ്പൊ പോണെല്ലാം പോട്ടെ. പഞ്ചായത്ത് ചോദിച്ചു 5000 രൂപ ചോദിച്ചു. ഞാൻ ചോദിച്ചു പഞ്ചായത്ത് കഴിഞ്ഞ മാസം വരെ 3500 രൂപയായിരുന്നു.